ഹായ് ഹലോ നമസ്കാരം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ സമയം ഒരു ഉച്ച 12:30 ആയിട്ടുണ്ട്. ഞങ്ങളപ്പോ ഒരു ലഞ്ച് കഴിക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റിലേക്കാണ്. സീ ഫുഡ് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് അതേപോലെ തന്നെ സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ റീല് കണ്ടാണ് ഇത് ഞാൻ സത്യം പറഞ്ഞ ഈ പ്ലേസ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ആയി. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇന്ന് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇത് പോയി ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. സീ ഫുഡ് ഇഷ്ടമാണെങ്കിലും ഞങ്ങൾ അങ്ങനെ വീട്ടില് ഈ മീൻ കറിയോ ഒന്നും വെക്കാറില്ല. കാരണം ഇവിടെ എല്ലാം ഫ്രോസൺ ഫിഷൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെ ആ ഒരു ടേസ്റ്റോ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴേലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ പുറത്തു പോയിട്ടാണ് സീ ഫുഡ് കൂടുതലും കഴിക്കാറ്. പിന്നെ ഞങ്ങളിപ്പോ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പിടിച്ച് അങ്ങനെയുള്ള ടൈമിലൊക്കെയാണ് ഞങ്ങൾ ഈ വീട്ടില് ഫിഷ് കുക്ക് ചെയ്യാറുള്ളത്. നമുക്ക് ഏതായാലും പോയി നോക്കാം. ഇനി അപ്പം ബാക്കി കാഴ്ചകൾ ചെന്നിട്ട് കാണാം. സോ വെൽക്കം ടു അവർ കുട്ടി ഫാമിലി. അതാണ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ്. നമുക്ക് കയറിയാലോ? വാ. അങ്ങനെ നമ്മൾ ഉള്ളിലെത്തി. ടേബിളിൽ തന്നെ QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് നമ്മൾ ഓർഡറും പ്ലേസ് ചെയ്തു. പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട് അവർ ടേബിളും സെറ്റാക്കി നമുക്ക് ഏപ്രിനും എല്ലാം കെട്ടി സെറ്റാക്കി തരും. എന്റെ കഴുത്തിലൊക്കെ കെട്ടിയേ. എല്ലാരും കഴിക്കാനായിട്ട് എല്ലാം കെട്ടി സെറ്റായിരിക്കുന്നു. ഞങ്ങളിത് ഓർഡർ ഒക്കെ കൊടുത്തിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. കിങ്ങനെയാണെങ്കിൽ കിട്ടിയ ഗ്ലൗസ് ഒക്കെ വെച്ച് കളിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റിംഗ് ആണ് എല്ലാ സാധനം വരുന്നതെന്ന് കാണാനായിട്ട്. രഞ്ജിത്തെല്ലാം ഓരോ ഞട്ടിനെയുണ്ട്. രഞ്ജിത്തേക്ക് അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് മിക്സഡ് ബോയിൽ വിത്ത് റൈസ് ആണ്. ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു വെറൈറ്റി രീതിയിലാണ്. ഇവർ ഈ മിക്സഡ് ബോയിലിനെ ബക്കറ്റിനുള്ളിലാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ആദ്യം നമ്മളുടെ റൈസ് അങ്ങോട്ട് വെച്ചിട്ട് ഈ ബക്കറ്റിനുള്ളിൽ ഗ്രേവി അല്ലെങ്കിൽ സോസിനെ ആ റൈസിന്റെ മുകളിലോട്ട് നല്ലപോലെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ ബക്കറ്റിനുള്ളിലെ സാധനം ടേബിളിന്റെ മുകളിലോട്ട് കമത്തുന്നത്. അങ്ങനെ സോസൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ബക്കറ്റിനെ അങ്ങോട്ട് കമത്തും. അപ്പോൾ അതിനുള്ളിൽ നിന്നൊരു ചൂട് മണം വരും. എന്നാ സൂപ്പർ മണമെന്നറിയോ? നല്ല സ്പൈസസിൻ്റെ ആ സോസിൻ്റെ ആണോ അതോ സീ ഫുഡിൻ്റെ ആണോ എന്നറിയത്തില്ല. എന്താണെങ്കിലും മണം പോലെ രുചിയും കൊള്ളാമെന്ന് ഇനി നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ മിക്സഡ് ബോയിൽ എന്തൊക്കെയുള്ളതെന്ന് ഇനി നോക്കിയാലോ. ഒരു റെഡ് ലോബ്സ്റ്റർ ടെയിലുണ്ട്, മസിൽസ് ഉണ്ട്. മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലുമക്കായല്ലേ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ക്രാബ് ഉണ്ട്, ഷ്രിമ്പ് ഉണ്ട്. ഷ്രിമ്പ് 1 LBയോളം ഉണ്ട് ഷ്രിമ്പ്. പിന്നെ ഇതിനകത്ത് കോൺ ഉണ്ട്, പൊട്ടറ്റോസ് ഉണ്ട്. എല്ലാം കൂടെ നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണ്. ആ സീ ഫുഡിൻ്റെ ടേസ്റ്റും ആ സോസൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. ഒരിച്ചിരി പോലും ബാക്കി വെക്കാതെ എല്ലാം വടിച്ച് കഴിക്കുകയാണ് ഞാൻ. അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാം കഴിച്ച് ഫിനിഷായി. കോക്കും കുടിച്ചതാണ്ട് ഏപ്രിന് ഊരി മാറ്റി സെറ്റായി ഇറങ്ങി ഞങ്ങൾ.
ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി. ഹെവി ആയിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറെ നാളായി ഒരു സീ ഫുഡ് നല്ല രീതിയിൽ കഴിച്ചിട്ട്. എന്താണെങ്കിലും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ഞണ്ടും കൊഞ്ചും ഒക്കെ തല്ലി പൊളിച്ച് തിന്നാന്. രണ്ട് കയ്യും എടുത്ത് വെച്ച് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കണം, തിന്നാൻ പറ്റത്തില്ല. നല്ലായിരുന്നു, സൂപ്പറായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ലതല്ലായിരുന്നു. അതെ, ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യൻ മസാലകളും അങ്ങനത്തെ അതൊക്കെയല്ലേ ഇഷ്ടം. എരിവും പുളിയും ഒക്കെ ഇല്ലെങ്കിലേ എങ്ങനെ കഴിക്കും എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഞങ്ങൾ വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്തപ്പോ ആ സോസും അതിന്റെ അവർ തരുന്ന ആ സോസും ക്രീമി ആയിട്ടുള്ള സോസ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതൊക്കെ നല്ല നല്ല നമുക്ക് ആവശ്യത്തിന് സ്പൈസി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതുവഴി നടപ്പുണ്ട്, അതാണ് ഞാൻ നോക്കിയത്. പക്ഷെ എന്താണെങ്കിലും അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. നല്ല ഞണ്ടിനകത്തൊക്കെയാണ് ഞണ്ടും കൊഞ്ചും ഞണ്ടുണ്ടെന്ന് കൊഞ്ചുണ്ടെന്ന് മറ്റേ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ, എല്ലാം അടിപൊളി. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൂടെ ഞങ്ങൾ ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്തായിരുന്നു. നമ്മുടെ സാധാ ചിക്കൻ വിങ്സ് സൂപ്പർ, എല്ലാം സൂപ്പർ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.